കണ്ണൂർ ജയിൽ പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അത് ഒരാൾ നടന്നു പോകുന്നതായി കാണുന്നുണ്ട്. യെസ്, സുലക്ഷക CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ പോകുന്നത്. എന്താണ് അതിൽ ഈ കാണുന്ന ഈ നടന്നു പോകുന്ന ആളാണോ ഗോവിന്ദച്ചാമി? നോവൽ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ നിന്നുള്ള ഏറ്റവും എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അതായത് ജയിൽ ചാടി 2 മതിലുകളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളത്. അതായത് ഈ പുറമെ കാണുന്ന ഇയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് ഈ വസ്ത്രം കെട്ടി ഒരു വടം പോലെ ഉണ്ടാക്കി അയാൾ ചാടിയത് പ്രധാനപ്പെട്ട ഗേറ്റാണ്. അത് പുറത്തുനിന്ന് നമ്മൾ കാണുന്ന ആ വലിയ ഗേറ്റാണ്. അതിനുള്ളിൽ ഈ B10 ബ്ലോക്കിനോട് ചേർന്ന് മറ്റൊരു ഇതുകൂടിയുണ്ട്. ഒരു മിനിറ്റ്. യെസ്, സുലൈസൊക്കെ തുടരുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യം ഗോവിന്ദച്ചാമി ജയിൽ ചാടി നടന്നു പോകുന്ന ദൃശ്യമാണ്. നമുക്കറിയാം, കറുത്ത ഷർട്ടും കറുത്ത പാന്റും ധരിച്ച് ഒരു സങ്കോചവുമില്ലാതെ വളരെ കൂളായി നടന്നു പോകുന്ന ഗോവിന്ദച്ചാമിയെയാണ് നമ്മൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് സുലൈസക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3:20 ആ CCTV ദൃശ്യമനുസരിച്ച് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 3:29 ആ സമയത്ത്. തുടരാം സുല്ല. നൗഫൽ, അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ B10 ബ്ലോക്ക് കഴിഞ്ഞാൽ 2 മതിലുകളാണുള്ളത്. ഒന്ന് ഒരു ചെറിയ മതിലും, മറ്റൊന്ന് നമ്മൾ ഈ പുറമെ ജയിലിന്റെ പുറത്തൂടെ കാണുമ്പോൾ കാണുന്ന ആ വലിയ മതിലും. അതായത് ഈ ചെറിയ മതിലിലേക്ക് അയാൾ ചാടിയത് വെള്ളം എടുക്കാനും മറ്റും ഉപയോഗിക്കുന്ന വീപ്പ അത് കമഴ്ത്തി വെച്ച് അതിനു മുകളിൽ ചാടിക്കയറി അവിടെ ചവിട്ടി കയറി അങ്ങനെയാണ് മതിൽ കടന്ന് ഇയാൾ ഒന്നാമത്തെ മതിൽ കടന്ന് പുറത്തേക്ക് ചാടുന്നത്. അതിനുശേഷം അയാൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് 3:29 അയാൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. വളരെ അക്ഷേധ്യനായി, വളരെ കൂളായി, കറുത്ത വസ്ത്രം ധരിച്ച് അയാൾ നടന്ന് ആ പ്രധാനപ്പെട്ട ഗേറ്റ് മതിലിന്റെ ആ ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അയാൾ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി ഒരു വടം പോലെ ഉണ്ടാക്കി അതിനുശേഷം ഒരു ഹുക്ക് തയ്യാറാക്കി ആ ഹുക്കിലേക്ക് ഈ വസ്ത്രം കൊണ്ടുണ്ടാക്കിയ വടം വലിച്ചെറിഞ്ഞ് അതിൽ തൂങ്ങിയാണ് അയാൾ പ്രധാനപ്പെട്ട മതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതായത് 3:29 എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു 3:35 ഇയാൾ ഇവിടെ എത്തിയിട്ടുണ്ടാകും, ഇറങ്ങിയിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു 3:35 പ്രധാനപ്പെട്ട മതിൽ ചാടിക്കടന്ന് ഇയാൾ അകത്ത് കടന്നിട്ടുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളവരെ കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് മറ്റൊരു ദൃശ്യം കൂടി വരുന്നുണ്ട് നൗഫൽ. ഒരു മിനിറ്റ്. യെസ്, നമുക്ക് ദൃശ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദച്ചാമി രക്ഷപ്പെടുന്നതിന്റെയും നടന്നു പോകുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3:29 ലഭിച്ച ദൃശ്യമാണ് ഇപ്പോൾ മീഡിയ വണ്ണിന്റെ സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ ശേഷം വളരെ കൂളായി നടന്നു പോകുന്നു. അദ്ദേഹം കറുത്ത ഷർട്ടും കറുത്ത പാന്റുമാണ് ധരിച്ചിരിക്കുന്നത്. ഇതായിരുന്നു പോലീസ് നൽകിയ വിവരം. അതനുസരിച്ച് അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ നേരത്തെ നമ്മൾ തളാപ്പ് ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്ന് DCC ഓഫീസിന് പുറകിലുള്ള കാടിന്റെ ഭാഗത്തു നിന്ന് ആളുകൾ കണ്ടതായി പറയുമ്പോൾ അദ്ദേഹത്തിന് കറുത്ത ഷർട്ടല്ല എന്നാണ് ആളുകൾ പറഞ്ഞത്. ഒരു ലൈറ്റ് കളർ ഷർട്ടാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് ഗോവിന്ദച്ചാമി ആണെങ്കിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി മറ്റൊരു വസ്ത്രം ധരിച്ച് പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാനുള്ള ശ്രമം നടത്തിയതാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും ഗോവിന്ദച്ചാമിയെ ഇതുവരെ പിടികൂടാൻ സാധിച്ചില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. എന്നാൽ ഗോവിന്ദച്ചാമിയെ പിടികൂടി എന്നുള്ള അഭ്യൂഹം കുറച്ചു നേരത്തെ പരന്നിരുന്നു. പല ചാനലുകളും ഗോവിന്ദച്ചാമി പിടിയിലെന്ന് ഉറപ്പിച്ച് വാർത്ത നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഗോവിന്ദച്ചാമി പിടിയിലായ സൂചന മാത്രമാണ് നമ്മൾ നൽകിയത്. ഗോവിന്ദച്ചാമി പിടിയിലായിട്ടില്ല എന്നുള്ള സ്ഥിരീകരണവും നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇനി പോലീസ് കണ്ണൂർ ഭാഗത്ത് മാത്രമല്ല അതിർത്തിയിലും മറ്റിടങ്ങളിലും ട്രെയിനുകളിലും ഒക്കെ അരിച്ചുപെറുക്കിയുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം കണ്ട കൊടും കുറ്റവാളികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഗോവിന്ദച്ചാമി. കേരളത്തിലെ ഓരോ കുട്ടിക്കും ഗോവിന്ദച്ചാമിയുടെ ക്രൂരകൃത്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ വൈകാരികമായ ഒരു വിഷയമാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടണം എന്നുള്ള മുറവിളി
എല്ലായിടത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഗോവിന്ദച്ചാമിയെ പിടികൂടിയേ അടങ്ങൂ, അതിനുള്ള എല്ലാവിധ ശ്രമങ്ങളും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഗോവിന്ദച്ചാമി പിടിയിലായി എന്നുള്ള സൂചനകൾ വന്നത്. എന്നാൽ അത് പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഗോവിന്ദച്ചാമിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഗോവിന്ദച്ചാമി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സങ്കോചവുമില്ലാതെ വളരെ കൂളായി തന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന അതേ ലാഘവത്തോടുകൂടി ഗോവിന്ദച്ചാമി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.